നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വൈലോപ്പിള്ളി, പി കുഞ്ഞിരാമൻ നായർ, കക്കാട് എന്നിവരെ പറ്റി ചോദിച്ചിട്ടുള്ള നെറ്റ് സെറ്റ് കേട്ടിട്ട് തുടങ്ങിയ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം, മരണാനന്തരം പ്രസിദ്ധീകരിച്ച വൈലോപ്പിള്ളി കവിത, മരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച വൈലോപ്പിള്ളി കവിത ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കൃഷ്ണമൃഗങ്ങളാണ്. കൃഷ്ണമൃഗങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ ഓണത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്ന വൈലോപ്പിള്ളി കവിതകൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഓണപ്പാട്ടുകാരും ഓണമുറ്റത്താണ്. രണ്ടിൻ്റെ ഫ്രണ്ടിൽ ഓണമുണ്ട്, അതങ്ങനെ തെറ്റില്ല. ഓണപ്പാട്ടുകാർ ഓണമുറ്റത്ത്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, കലുഷ്യമായ സ്വന്തം ജീവിതാഖ്യാനം നിർവഹിക്കുന്ന വൈലോപ്പിള്ളി കവിത, ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന വൈലോപ്പിള്ളി കവിത ഏതാണ്? അതിൻ്റെ ഉത്തരം കണ്ണീർ പാടം എന്നതാണ് കേട്ടോ. കണ്ണീർ പാടം. അടുത്തത്, ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ ചിത്രീകരിക്കുന്ന വൈലോപ്പിള്ളി കവിത ഏതാണെന്നാണ്. അതും കണ്ണീർ പാടം തന്നെയാണ് കേട്ടോ. രണ്ടിൻ്റെ ഉത്തരം കണ്ണീർ പാടമാണ്. അടുത്തത്, സക്കിൻ്റെ മകന് അവതാരിക എഴുതിയത് ആര്? വൈലോപ്പിള്ളിയുടെ പ്രശസ്തമായ കവിതയാണ് സക്കിൻ്റെ മകൻ. അതിന് അവതാരിക എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കുട്ടിക്കൃഷ്ണമാരാറാണ് കേട്ടോ. കുട്ടിക്കൃഷ്ണമാരാർ. അതുപോലെ തന്നെ ജലസേചനം പ്രശസ്തമായ കവിതയാണ്. അത് ഏത് സമാഹാരത്തിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജലസേചനം ഏത് സമാഹാരത്തിലാണ്? അതിൻ്റെ ഉത്തരം ശ്രീരേഖ എന്നതാണ്. ശ്രീരേഖ. അതുപോലെ തന്നെ വിടയ്ക്ക് അവതാരിക എഴുതിയത് ആരത്? വിട എന്ന് പറയുന്ന വൈലോപ്പിള്ളി കവിതയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഡോക്ടർ എം ലീലാവതി. നോക്കൂ, കുട്ടിക്കൃഷ്ണമാരാർ അതുപോലെ തന്നെ ലീലാവതി ടീച്ചറൊക്കെ ഭയങ്കര പ്രശസ്തമായ ആളുകളാണ്. അപ്പോൾ അവർ ഇങ്ങനെയുള്ള കവിതാ സമാഹാരങ്ങൾക്ക് അവതാരിക്കുകയോ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് എഴുതിയ വൈലോപ്പിള്ളി കവിത ഏതാണെന്നാണ്. അതിൻ്റെ ഉത്തരം അഭിവാദനം എന്നാണ്. അതിൻ്റെ ഉത്തരം അഭിവാദനം എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ കേരളീയ മധ്യവർഗ മനസാക്ഷിയുടെ ധർമ്മസങ്കടങ്ങൾ വിഷയമാക്കുന്ന വൈലോപ്പിള്ളി കവിത കുടിയൊഴിക്കൽ. കേരളത്തിൻ്റെ മധ്യവർഗ മനസാക്ഷിയുടെ ധർമ്മസങ്കടങ്ങൾ വിഷയമാക്കുന്ന വൈലോപ്പിള്ളി കവിത, അതിൻ്റെ ഉത്തരം കുടിയൊഴിക്കൽ എന്നതാണ് കേട്ടോ. അടുത്തത്, അടിയന്തരാവസ്ഥ വിഷയമാക്കുന്ന വൈലോപ്പിള്ളി കവിത. അടിയന്തരാവസ്ഥ വിഷയമാക്കുന്ന വൈലോപ്പിള്ളി കവിത ഏതാണെന്നാണ്. അതിൻ്റെ ഉത്തരം കാർട്ടൂൺ കവിതകൾ എന്നാണ്. കാർട്ടൂൺ കവിതകൾ എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ വൈലോപ്പിള്ളി നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. ആ നാടകങ്ങൾ ഏതാണെന്നുള്ള ചോദ്യങ്ങളുണ്ട്. 3 നാടകങ്ങളാണുള്ളത്. അലക്സാണ്ടർ ഇന്ത്യയിൽ, ഋഷിശൃംഗൻ, മൃതസഞ്ജീവിനി. അലക്സാണ്ടർ ഇന്ത്യയിൽ, ഋഷിശൃംഗൻ, മൃതസഞ്ജീവിനി എന്നിവയാണ് നാടകങ്ങൾ കേട്ടോ. അടുത്തത്, പെരുന്തച്ചൻ കഥാപാത്രമാകുന്ന വൈലോപ്പിള്ളി കവിത. പെരുന്തച്ചൻ കഥാപാത്രമാകുന്ന വൈലോപ്പിള്ളിയുടെ കവിത ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തച്ചൻ്റെ മകൻ. തച്ചൻ്റെ മകൻ എന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പിള്ളി കവിതയെ വിശേഷിപ്പിക്കുന്നത് ആരാണ്? അതാരാണ്? പ്രൊഫസർ MN വിജയനാണ് കേട്ടോ. അത് ഭയങ്കര ഇതാണ്. കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പിള്ളി കവിതയെ വിശേഷിപ്പിക്കുന്നത് പ്രൊഫസർ MN വിജയനാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് ഇനി പി കുഞ്ഞിരാമൻ നായരെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ്. പിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണെന്നാണ്. അതിൻ്റെ ഉത്തരം താമരത്തോണിയാണ്. ഉത്തരം താമരത്തോണി. അതുപോലെ തന്നെ കഥകളി പശ്ചാത്തലത്തിൽ പി കുഞ്ഞിരാമൻ നായരെയാണ് കേട്ടോ പി എന്ന് പറയുന്നത്. പി രചിച്ച കവിത ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കളിയച്ഛനാണ്. ഭയങ്കര പ്രശസ്തമായ കവിതയാണ്. കളിയച്ഛനാണ് കേട്ടോ. ഓക്കെ, യന്ത്രവൽക്കരണത്തിനെതിരെ പ്രതിഷേധിക്കുന്ന പി കുഞ്ഞിരാമൻ്റെ കവിത ഏതാണെന്നാണ്. അതിൻ്റെ ഉത്തരം ഗാന്ധി ഗ്രാമം അതെവിടെ. ഗാന്ധി ഗ്രാമം അതെവിടെ എന്നതാണ് കേട്ടോ. അടുത്തത്, പി കുഞ്ഞിരാമൻ നായരെ അവതരിപ്പിക്കുന്ന ആറ്റൂർ കവിത. ആറ്റൂർ എഴുതിയിട്ടുള്ള പി കുഞ്ഞിരാമനെ പറ്റി എഴുതിയിട്ടുള്ള കവിത ഏതാണ്? മേഘരൂപനാണ്. മേഘരൂപൻ കേട്ടോ. ഓക്കെ, വാക്കുകളുടെ മഹാബലി എന്ന് KG ശങ്കരപ്പിള്ള വിളിക്കുന്നത് ആര്? പി കുഞ്ഞിരാമൻ നായരെയാണ് ആര്? KG ശങ്കരപ്പിള്ള വാക്കുകളുടെ മഹാബലി എന്ന് വിളിക്കുന്നത് കേട്ടോ. അടുത്തത്, തൻ്റെ കാവ്യാന്വേഷണ പരീക്ഷണങ്ങൾക്ക് പി നൽകിയ പേരെന്താണ്? തൻ്റെ കാവ്യാന്വേഷണ പരീക്ഷണങ്ങൾക്ക് പി കുഞ്ഞിരാമൻ നൽകിയ പേരെന്താണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം നിത്യകന്യകയെ തേടി. ഉത്തരം നിത്യകന്യകയെ തേടി എന്നതാണ് കേട്ടോ. ഓക്കെ, മലയാളത്തിലെ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ച കവികൾ ആരൊക്കെയാണെന്നാണ് അടുത്ത ചോദ്യം. ആരൊക്കെയാണ് ആധുനികതയ്ക്ക് തുടക്കം കുറിച്ച കവികൾ? അത് മാധവൻ അയ്യപ്പത്ത്, NN കക്കാട്, അയ്യപ്പ പണിക്കർ. ആരൊക്കെയാണ്? മാധവൻ അയ്യപ്പത്ത്, NN കക്കാട്, അയ്യപ്പ പണിക്കർ തുടങ്ങിയവരാണ് കേട്ടോ. ഇനി നമ്മൾ കക്കാടിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. കക്കാടിൻ്റെ കവിതകളിൽ നിശിതമായി വിമർശിക്കപ്പെടുന്നത് എന്താണ്? കക്കാടിൻ്റെ കവിതകളിൽ എന്താ വിമർശിക്കപ്പെടുന്നത്? നാഗരിക ജീവിതത്തിനെയാണ് തുടരെ വിമർശിക്കപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത്, ജീവിതാവസാന കാലത്ത് കക്കാട് രചിച്ച കവിതാ സമാഹാരം ഏതാണെന്നാണ്. അതിൻ്റെ ഉത്തരം സഫലമീ യാത്ര എന്നതാണ്. ജീവിതാവസാന കാലത്ത് കക്കാട് രചിച്ച കവിതാ സമാഹാരം സഫലമീ യാത്രയാണ് കേട്ടോ. അടുത്ത ചോദ്യം, കക്കാടിൻ്റെ കവിതകളിൽ നഗരത്തിൻ്റെ കാവൽക്കാരനായവരാണ്. തക്ഷകനാണ് നഗരത്തിൻ്റെ കാവൽക്കാരനായിട്ട് കക്കാടിൻ്റെ കവിതകളിൽ പറയുന്നത് കേട്ടോ.
ഓക്കെ. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തെ പ്രതിരോധിക്കുന്ന കക്കാടിൻ്റെ കവിത ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം വജ്രകുണ്ഡലം എന്നാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തെ പ്രതിരോധിക്കുന്ന കക്കാടിൻ്റെ കവിത എന്ന് പറയുന്നത് വജ്രകുണ്ഡലാണ് കേട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്തത് 3 ആളുടെ കവിതകളാണ്. വൈലോപ്പിള്ളി, പി കുഞ്ഞിരാമൻ നായർ, കക്കാട് തുടങ്ങിയിട്ടുള്ളതാണ്. ഇനി തുടർന്ന് വരുന്ന വീഡിയോകളിൽ ഇതുപോലെ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ച, ഉത്തരാധുനികതയ്ക്ക് തുടക്കം കുറിച്ച കവിതകളെ പറ്റി ഈ നെറ്റിനും സെറ്റിനും ഒക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക.